8ാം ക്ലാസ് കേരള പാഠാവലിയിലെ മൊഴിമുത്തുകൾ എന്ന 4ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ഭാഗമാണ് മൊഴിയഴക്. 4 കവിതാ ഭാഗങ്ങളാണ് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇതിലെ 1ാമത്തേതാണ് ബാലലീല. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ട ചെറുശ്ശേരി രചിച്ച കൃഷ്ണഗാഥയിലെ വരികളാണ് ബാലലീല എന്ന കാവ്യഭാഗം. ഓമന പൈതൽ താൻ ഓരോരോ ലീലകൾ തൂമകാലർന്നങ്ങു കാട്ടിക്കാട്ടി ആനായ നാരിമാർ മാനസം തന്നെ അങ്ങാകുലമാക്കിനാൻ മെല്ലെ മെല്ലെ. അച്ഛനെ പോലെ ഉടുക്കുന്നേനെന്നിട്ടു നൽചേല കൊണ്ടങ്ങുടുക്കും നന്നായി. മാനിച്ചു നിന്നച്ഛൻ കുമ്പിട്ട നേരത്തങ്ങാന കാളിക്കും മുതുകിലേറി. തേവാരിക്കണമിന്നിച്ചയെനിക്കു നീ പൂവെല്ലാം കൊണ്ടെത്തായെന്നു ചൊല്ലും. അച്ഛനും താനുമായിച്ചയിലങ്ങനെ നിശ്ചലും നിന്നു പാടകളിക്കും. ശ്രീകൃഷ്ണൻ്റെ കുട്ടിക്കാലത്തെ കുസൃതികളാണ് പാഠഭാഗത്ത് വർണ്ണിക്കുന്നത്. കൃഷ്ണൻ്റെ മനോഹരമായ മുഖവും നിഷ്കളങ്കമായ പ്രവൃത്തികളുമൊക്കെ കണ്ടിട്ട് അവിടുത്തെ സ്ത്രീകളുടെ മനസ്സെല്ലാം ആകെ കുഴങ്ങുകയാണ്, അല്ലെങ്കിൽ ആശങ്കപ്പെടുകയാണ്. അച്ഛൻ മുണ്ട് ഞൊറിഞ്ഞുടുത്തതുപോലെ കുട്ടിയായ കൃഷ്ണനും ഉടുത്തിരിക്കുകയാണ്. തട്ടുടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു തുണി കൊണ്ട് കെട്ടുകയും ചെയ്തിരിക്കുന്നത്. അച്ഛനെ അനുകരിക്കുകയാണ് ഇവിടെ. കുട്ടികളെല്ലാം ചെയ്യാറുണ്ടല്ലേ അങ്ങനെ, വലിയവരെ പോലെ കുട്ടികളും പെരുമാറും. അതുതന്നെയാണ് ഇവിടെ കൃഷ്ണനും ചെയ്യുന്നത്. മാത്രമല്ല അച്ഛൻ്റെ മുതുകിൽ കയറിക്കൊണ്ട് ആന കളിക്കുകയാണ് കൃഷ്ണൻ. അച്ഛൻ കൃഷ്ണന് വേണ്ടി എല്ലാം ചെയ്യാൻ തയ്യാറുമാണ്. തന്നെ ദൈവമായി കണ്ട് പൂജ ചെയ്ത് കളിക്കാൻ പൂക്കൾ കൊണ്ടുവരാൻ അച്ഛനോട് ആവശ്യപ്പെടുകയാണ് കൃഷ്ണൻ. നിത്യവും അങ്ങനെ കൃഷ്ണനും അച്ഛനും കൂടി ഇഷ്ടമുള്ള കളികളൊക്കെ കളിച്ച് സന്തോഷിക്കുകയാണ്. ശ്രീകൃഷ്ണൻ്റെ കുട്ടിക്കാലത്തെ കുസൃതി തരങ്ങളെല്ലാം വളരെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു ചെറുശ്ശേരി ഈ കാവ്യഭാഗത്ത്. രണ്ടാമതായി പഠിക്കാനുള്ള കാവ്യഭാഗം മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലെ ആദ്യ വരികളാണ് പൗർണമി എന്ന കാവ്യഭാഗം. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിലായിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. മറ്റുള്ളവരുടെ ദുഃഖത്തെ തൻ്റെ ദുഃഖമായി കാണുമ്പോൾ അത് ആത്മാവിൽ വെളിച്ചം വീശുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പുഞ്ചിരി സമ്മാനിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിനും മറ്റുള്ളവരുടെ ഹൃദയത്തിനെയും പരിശുദ്ധമാക്കും. പൂർണ്ണചന്ദ്രൻ്റെ വെളിച്ചം പോലെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ മനസ്സിനെ അത് സംശുദ്ധമാക്കും. ഇവിടെ താനെന്നും അന്യനുമെന്നുമുള്ള വേർതിരിവില്ലാതാവും. മനുഷ്യ സ്നേഹത്തിൻ്റെ ഊഷ്മളതയാണ് അക്കിത്തം ഈ വരികളിലൂടെ പകർന്നു നൽകുന്നത്.